അദ്ദേഹത്തെ എത്രമാത്രം നികൃഷ്ട ജീവിയായി കണക്കാക്കണം. അവരെ വിശേഷിപ്പിക്കാൻ ചെറ്റ എന്നാണ് പറയുക. ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. ചെറ്റത്തരം, കോമാളി തുടങ്ങിയ പരാമർശങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. ഇനി എന്തൊക്കെ വരും? അതൊക്കെ നിലപാടുകളുടെ ഭാഗമായി പറയുന്ന കാര്യമല്ലേ, സ്വാഭാവികമായിട്ട് പറയില്ലേ. ഇനിയും വല്ലാണ്ട് വയലന്റ് ആയ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചുറ്റിക, അതെടുത്ത് ഒന്നുകൂടി പ്രയോഗിച്ചോളൂ. ഒന്ന് വിധം 3 നേരം മതിയോ? ആയിക്കോട്ടെ. ഏതായാലും കുറച്ചു ദിവസം കൂടി മതിയല്ലോ. വീണു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. പിന്നെ പുള്ളി എന്ത് പറഞ്ഞാലും ഈ നാട്ടിൽ ആരും മൈൻഡ് ചെയ്യില്ല. ചെറ്റത്തരം എന്താണ്, പരനാറി എന്താണ്, എന്തായാലും എന്താണ്, ഇതൊന്നും ഒരു വിഷയമേ അല്ലാതാവും. പ്രചാരണം കൊഴുക്കുന്നു. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനിടയിലാണ് ചെറ്റത്തരം, കോമാളി പോലെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരുന്നത്. നോക്കിയാൽ കാണേണ്ടത് ജി സുധാകരൻ എത്ര വലിയ ചെറ്റത്തരമാണ് കാണിച്ചത് എന്നാണ്. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു നിനക്ക്. ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന ഇത് പരാജയ ഭീതിയിൽ നിന്ന് വരുന്നതാണോ, എതിരാളിയെ എങ്ങനെയും ഒതുക്കണമെന്ന ചിന്തയിൽ നിന്ന് വരുന്നതാണോ? ഈ ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലമായി മാറിയത്, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയത് എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. ഈ ചെറ്റത്തരം എന്ന വാക്ക് തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു സാംസ്കാരിക നിലവാരം അനുസരിച്ച് നോക്കുമ്പോൾ താരതമ്യേന മിതമായ അല്ലെങ്കിൽ സഭ്യമായ ഒരു പ്രയോഗമാണ്. എന്താ അതിൽ സംശയം? എന്താ ഞാൻ പറഞ്ഞതിൽ എന്താ അതിലുള്ളത്? എങ്കിൽ പോലും അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പഴയ പരനാറി പ്രസംഗം ഓർമ്മയില്ലേ? പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന പ്രശ്നം വേറെ കിടക്കുക. ഈ പരനാറി എന്നുള്ളത് ഒരു സമയത്തല്ല പുള്ളി പറഞ്ഞു. ഒരു തവണ പറഞ്ഞാണെങ്കിൽ നാക്കുപഴ പറ്റിയാന്നായിരിക്കും. അങ്ങനെ നാക്കുപഴ പറ്റുന്ന ആളല്ല അദ്ദേഹമെങ്കിലും. പരനാറി എന്നത് പുള്ളി 3 തവണ കൊല്ലത്തെ വിവിധ വേദികളിൽ ആവർത്തിച്ചു. ഇത് ഇദ്ദേഹം ഇങ്ങനെ പ്രേമേന്ദ്രനെ സംബന്ധിച്ച് പരനാറി എന്ന പരാമർശം നടത്തി. അദ്ദേഹം വളരെ വ്യക്തമായ ഉദ്ദേശത്തോടും കരുതലോടും കൂടി ചെയ്തതാണ്. അവിടെ MA ബേബി ജയിക്കരുത് എന്ന് മൂപ്പിലൊക്കെ എന്തോ നിർബന്ധമുണ്ട്. ബേബി അപ്പോഴും വിചാരിച്ചില്ല ബേബി തോറ്റു. പക്ഷെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം 30,000-ൽ പരം വോട്ടുകൾക്ക് MA ബേബിയോടെ പരാജയപ്പെടുന്നത്. അല്ലാതെ ബേബി തോൽക്കില്ല. എല്ലാ സാഹചര്യങ്ങളും ബേബിക്ക് അനുകൂലമായി നിൽക്കുമ്പോഴാണ് ഒരു കാര്യവുമില്ലാതെ ഇദ്ദേഹം അവിടെ പോയി ഇങ്ങനെ പരാമർശിച്ചത്. പിന്നെ പിണറായി വിജയൻ 3 സമയത്ത് പറഞ്ഞുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഭൂതഗണങ്ങളുണ്ട്. ഇപ്പോഴും നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണാം ചിന്താ ജെറോമിന്റെ പ്രസംഗം. ഒരു പരനാറിയെ പിന്നെ പരനാറി എന്നല്ലാതെ പുണ്യാളച്ചോ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് അവർ ചോദിക്കുന്നു. എന്റെ അമ്മയ്ക്ക് എന്തൊരു പെർഫോമൻസ്! തീർച്ചയായിട്ടും അത് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്നവരെല്ലാവരും ഇവരുടെ ബുദ്ധി നിലവാരം, ഇവരുടെ സംസ്കാര നിലവാരമുള്ളവരല്ല. അവിടെയാണ് പ്രശ്നം. ഇപ്പോ ജി സുധാകരന്റെ കാര്യത്തിൽ ചെറ്റത്തരം അതിന് അദ്ദേഹം കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. ആദരണീയനായ അദ്ദേഹത്തെ ഒന്നും പറയുന്നില്ല. എന്റെ ഗുരുത്വം വിമർശിക്കും, പക്ഷേ ഞാൻ ചീത്ത പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ചെറ്റയെന്നല്ല, ഇനി വറ്റ മത്സ്യം എന്ന് വിളിച്ചാലും ഞാൻ ചീത്ത പറയും. അദ്ദേഹത്തിന്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വളരെ ശോചനീയമായിരുന്നു. ഒരു ഓലമേഞ്ഞ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചത്. നിലം ചാണകം മെഴുകിയതായി, ഭിത്തി മൺകട്ട കൊണ്ടുണ്ടാക്കിയത്. അങ്ങനത്തെ ഒരു വീട്ടിലാണ് ഞാൻ 18 വയസ്സ് വരെ ജീവിച്ചത് എന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും സാധാരണക്കാരനാണ്. ചെറ്റ എന്ന് വിളിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ചെറ്റപ്പുഴകളുടെ പ്രതീകമാണ് ചെറ്റ എന്ന് പറയുന്നത്. എന്നാൽ ദീപോട ചെറ്റ എന്നുള്ള മാത്രമല്ല അർത്ഥം. സാധാരണ പറയുന്നില്ലേ, ചെറ്റത്തരം കാണിച്ച ചെറ്റത്തരം എന്ന് പറയില്ലേ? അതല്ലേ ഉണ്ടായത്. അതിന്റെ അർത്ഥം അയാളെ ചെറ്റാന്ന് വിളിച്ചു എന്നാണ്. പോക്കത്തരം കാണിച്ച അമ്മച്ചാണ് ഇടിച്ചിന്റെ കൂമ്പ് കളിക്കളെ. അദ്ദേഹത്തിന് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ല. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്തും വളരെ ലളിതമായ രീതിയിൽ ജീവിച്ച ആളാണ്. ആദ്യം മന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കാർ ഉണ്ടായിരുന്നില്ല. മന്ത്രിയായിരിക്കുമ്പോൾ സ്റ്റേറ്റ് കാർ ഉണ്ടായിരുന്നു. മന്ത്രിസ്ഥാനം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം സ്വന്തമായി ഒരു കാർ വാങ്ങി. അത് തന്നെ ഇൻസ്റ്റോൾമെന്റ് അടച്ചാണ് കാർ വാങ്ങിച്ചത്. അപ്പൊ അങ്ങനെ നിരാർഭാടമായിട്ട് അനാർഭാടമായിട്ട് ജീവിച്ചിരുന്ന ആളാണ് സുധാകരൻ. അദ്ദേഹത്തെയാണ് ഈ ചെറ്റത്തരം എന്ന രീതിയിലൊക്കെ പറയുന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ഇദ്ദേഹത്തെ പോലെ രാജകുടുംബത്തിൽ ജനിച്ചവരല്ലോ എല്ലാവരും. അങ്ങനെ കുഴപ്പമില്ല. പുള്ളി ചിറക്കൽ തറവാട്ടിൽ ചിറക്കൽ ഗോകുലത്തിന്റെ ഒരു താവഴിയിൽ ജനിച്ച ആളാണ് പിണറായി വിജയൻ. അത് പിന്നെ തമ്പുരാന്റെ ലുക്ക് നമ്മുടെ കുടുംബത്തിന്റെ ശാപോ? എന്നെ കുറിച്ച് ആൾക്കാർ അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അതേ വലിയ ആർഭാടത്തിൽ ജീവിച്ച് പരിചയിച്ച ആളാണ് പുള്ളി. അതിലെ വലിയ ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് ഇല്ലാത്ത സെക്യൂരിറ്റിയോട് യാത്ര ചെയ്യുന്നത്. പുള്ളിക്ക് ജീവാഭയം ഉണ്ടായിട്ടൊന്നുമല്ല. പുള്ളി അങ്ങനെ പ്രതാപത്തിൽ ജീവിച്ച് ശീലിച്ചുപോയി. അപ്പൊ ആ പ്രതാപത്തിൽ ജീവിക്കാത്ത എല്ലാവരും ചെറ്റകളാണ്, ചെറ്റത്തരമാണെന്നൊക്കെയാണ് പുള്ളി ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ്. ഏതായാലും കുറച്ചു ദിവസം കൂടി മതിയല്ലോ. വീണു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ആ ഒരു സമാധാനം, ഒരു ആശ്വാസമാണ് നമ്മളെ പോലുള്ളവർക്കുള്ളത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പിന്നെ പുള്ളി എന്ത് പറഞ്ഞാലും ഈ നാട്ടിൽ ആരും മൈൻഡ് ചെയ്യില്ല. ഇതിനൊക്കെ വല്ല പ്രാധാന്യമുണ്ടോ? മെയ് 5-ാം തീയതി വക വിഷയത്തെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുമോ? ചെറ്റത്തരം എന്താണ്, പരനാറി എന്താണ്, എന്തായാലും എന്താണ്, ഇതൊന്നും ഒരു വിഷയമേ അല്ലാതാവും. ആരും വില തരില്ല. ഈ ചാരുകസേര പോലും എന്നോട് എന്റെ മേത്ത് ഇറങ്ങിപ്പോടാ പുല്ലേ എന്ന് പറയും പോലെ. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ജനങ്ങൾ ബാലറ്റ് യന്ത്രത്തിൽ ചെയ്യും. പിന്നെ യന്ത്രത്തിൽ കൃത്രിമം നടത്തിയെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് ആശയ്ക്ക് വകയുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് മൂപ്പലാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, ധാരാളമായിട്ട് പറയട്ടെ. നീ ഇതൊന്നും കേൾക്കണില്ലേ? കേൾക്കാതിരിക്കാൻ അവന്റെ ചവിട്ടി പഞ്ഞു വെച്ച സുധാകരനെ പറ്റി പറഞ്ഞു, നാളെ വേറൊരാളെ പറ്റി പറയട്ടെ, സതീശനെ പറ്റി പറയട്ടെ, അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തലയെ പറ്റി പറയട്ടെ. എല്ലാവരെ കുറിച്ചും ഇദ്ദേഹം ഇതുപോലെയുള്ള പുള്ളിയുടെ ആ മധുര കോമള പദാവലികൾ കൊണ്ട് ഓരോരുത്തരെയും പുള്ളി അഭിനന്ദിക്കട്ടെ. അങ്ങനെ ആയിക്കഴിയുമ്പോൾ ജോലി എളുപ്പമുണ്ട്. വോട്ടർമാരുടെ ജോലി എളുപ്പമാവും, നമ്മുടെ ജോലി എളുപ്പമാവും, ഇലക്ട്രോണിക് യന്ത്രത്തിന്റെ ജോലിയും വളരെ എളുപ്പം. ശ്രീ ജയശങ്കർ, ഈ ചെറ്റത്തരം പ്രചാരണ വിഷയമാക്കുന്നുണ്ട് ജി സുധാകരൻ. സ്വാഭാവികമാണല്ലോ, ആരായാലും പ്രചരണ വിഷയമാക്കൂലേ? തീർച്ചയായിട്ടും പ്രചരണ വിഷയമാകണം. ഞാൻ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്, നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവും, കേരളത്തിലാകെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് പറയുന്നത് ഒരു തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന പാർട്ടിയുടെ പരമോന്നത നേതാവായിട്ട് ഭാവിക്കുന്ന ആളാണ്. അവിടെയല്ല തമാശ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അദ്ദേഹം ആരെയാണ് പുച്ഛിക്കുന്നത്, ആരെയാണ് പരിഹസിക്കുന്നത്? അദ്ദേഹം പുച്ഛിക്കുന്നത് പരിഹസിക്കുന്നത് ദരിദ്രരെയാണ്. ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട ആളുകളെയാണ്. അവരെ പരിഹസിച്ച്, അവരെ പുച്ഛിച്ച്, അവരെ അവഗണിച്ച്, അവരെ അവഹേളിച്ച് അദ്ദേഹം അങ്ങനെ രാജപദവിയിൽ കേരള ചക്രവർത്തിയായിട്ട് വിരാജിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. തൊഴിലാളി വർഗത്തിന്റെ സേവകനായിട്ടിരുന്ന ആൾ, പൊതുജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടിയിരുന്ന വ്യക്തി, അദ്ദേഹം 10 കൊല്ലമായിട്ട് കേരള ചക്രവർത്തിയായിരിക്കുന്നു എന്ന ഒരു ധാർഷ്ട്യത്തിൽ, അഹങ്കാരത്തിൽ അദ്ദേഹം ഈ നാട്ടിലെ ദരിദ്രരായ ആളുകളെ അല്ലെങ്കിൽ നിസ്വാർത്ഥരായ പൊതുപ്രവർത്തകരെ, എത്രയോ കൊല്ലം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്ന ആളെ ഈ 10 കൊല്ലത്തിനിടയ്ക്ക് 10 പൈസ അഴിമതി നടത്താത്ത ഒരാളെയാണ് ഇദ്ദേഹം ആക്ഷേപിക്കുന്നത്. എന്നെയാണ് വിശ്വാസം. ഓ പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ലേ നീ? അപ്പൊ ഇതൊക്കെ അമ്പലപ്പുഴയിൽ മാത്രമല്ല, ബാക്കി 139 മണ്ഡലത്തിലും ജനങ്ങളുണ്ട്. 3.5 കോടി മലയാളികളും കേൾക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ. എത്രയോ കാലമായി, ദശാബ്ദങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണത്, കേരളത്തിലെ പൊതുവേദികൾ. എന്റെ വീടിന്റെ 7 അയൽപക്കത്തെങ്ങാനും വന്നു പോയാൽ നിന്റെ കണ്ണിന്റെ സിൽവർ ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇത് തന്നെയാണ് ഒരു സമയത്ത് ടി.പി. ചന്ദ്രശേഖരനെതിരായിട്ടുണ്ടായത്. കുലം കുത്തി എന്ന് വിളിച്ച ഓർമ്മയില്ലേ? ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കുലം കുത്തി 51 വെട്ടുകൊണ്ട് മരിച്ചാലും കുലം കുത്തി തന്നെ. പാർട്ടിയിൽ നിന്ന് പോയവൻ ചെറ്റ, പാർട്ടിയിൽ നിന്ന് പോയവൻ വർഗവഞ്ചകൻ. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? എന്താണ് വർഗം, എന്താണ് വർഗവഞ്ചന? അതൊന്നും അറിഞ്ഞിരിക്കട്ടെ. പിണറായിയുടെ വർഗമാണോ വർഗം? ആ വർഗത്തെ വഞ്ചിച്ചാണോ വർഗവഞ്ചന? അങ്ങനെയാണെങ്കിൽ അത് നല്ല രസമല്ലേ? ഇദ്ദേഹം ആരാണ്? ചക്രവർത്തിയാണ്. അദ്ദേഹം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞൊക്കെ വർഗവഞ്ചകന്മാരാണെങ്കിൽ നമ്മളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവർക്ക് 51 വെട്ടാണോ 52 വെട്ടാണോ? രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചതല്ല കുറ്റം, അത് വെട്ടിച്ചു എന്ന് പാർട്ടി ഫോറത്തിൽ പറഞ്ഞിട്ട് നീതി കിട്ടാതെ പൊതുസമൂഹത്തിന് പറഞ്ഞാണ് തെറ്റ്. അത് വർഗവഞ്ചനയാണ്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെറ്റാണ്. കാശ് മോട്ടിച്ചവൻ, അത് പുട്ടടിച്ചവൻ, പാർട്ടിയിൽ നേതാവായിട്ട് മാത്രമല്ല MLA ആയിട്ട് വിലസുന്നു, വീണ്ടും മത്സരിക്കാൻ പറ്റും. അതിൽ യാതൊരു വർഗവഞ്ചനയുമില്ല, അത് വർഗസ്നേഹം. എന്തല്ലേ അദ്ദേഹം ഇതുവരെ മാധ്യമങ്ങളെ കാണുമ്പോൾ കടക്ക് പുറത്തെന്ന് പറഞ്ഞ നാളിപ്പോൾ എല്ലാവരും വിളിച്ച് അകത്ത് വരുത്തുന്നു, എല്ലാ സ്റ്റുഡിയോയിലും ചെല്ലുന്നു, എല്ലാവർക്കും അഭിമുഖം അനുഭവിക്കുന്നു. എന്റെ അടുത്ത് വേലിറക്കല്ലേ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എല്ലായിടത്തും ചിരിക്കുന്നു. അതിലെ ഏറ്റവും വലിയ അത്ഭുതം, ഇദ്ദേഹം ചിരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇദ്ദേഹം ചിരിക്കുന്നു, ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വേറെ പല രംഗങ്ങളും തെളിഞ്ഞു വരും. മാധ്യമ പുറത്തുകാർക്ക് ഓർമ്മ ഉണ്ടാവില്ല, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. പക്ഷെ കാണുന്നവർക്ക് ഓർമ്മയുണ്ടാവും. അത് പുള്ളി ആലോചിക്കണം. നിനക്ക് എന്തോ അഹങ്കാരം ഉണ്ടായിട്ട് വേണം. ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയാ, അതിനി നമ്മളായിട്ട് തടയാതിരുന്നാ മതി. ഇതൊക്കെ ഈ തോട്ടം മുടിയാൻ കാലത്ത് മുച്ചീർപ്പം കുറയ്ക്കും എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അതിന്റെ ചില ലക്ഷണങ്ങളാണ്. ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. പശ്ചിമ ബംഗാളിലൊക്കെ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അവിടെ 35 കൊല്ലം ആളുകൾ സഹിച്ചു. കേരളത്തിൽ അത് വേണ്ടി വന്നില്ല, 10 കൊല്ലം സഹിക്കേണ്ടി വന്നു. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. ഏതായാലും മെയ് 4 നമ്മൾ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കേണ്ടി വരും എന്നാണ് എന്റെ അഭിപ്രായം.